ഒരു ജനപ്രതിനിധി എവിടെയാണ് നിൽക്കേണ്ടത്? വെർ ഈസ് ദ സ്പേസ് ഓഫ് ദ എലക്റ്റഡ് മെമ്പർ, എസ്പെഷ്യലി MP, ദ മെമ്പർ ഓഫ് പാർലമെന്റ്? ഇവിടെയാണ് നമ്മൾ കരുതുന്നത് എവിടെ നിൽക്കണമെന്ന് നമ്മൾ കരുതുന്നത്. ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ശബ്ദിക്കാൻ, ഒപ്പം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിക്ക് വേണ്ടി, ഭരണഘടനയുടെ 4 ആണിക്കല്ലുകളായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്ന ആ പരമോന്നത സഭ, ജനങ്ങളുണ്ടാക്കിയ സഭ, ആ സഭയെ നിലനിർത്താൻ വേണ്ടി ശബ്ദിക്കണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ച ചുറ്റികാരിവാൾ നക്ഷത്രമടയാളം KJ ഷൈൻ ടീച്ചർ, അത് ഞാൻ ഒരാളല്ല. പക്ഷെ നോക്കൂ, ഇന്ന് നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ തെരഞ്ഞെടുത്തേക്കുന്നു സ്വാഭാവികമായും, പക്ഷെ വ്യത്യസ്തനായിരിക്കാൻ ഇന്ത്യക്കകത്ത് കഴിയാതിരിക്കുന്നൊരു സാഹചര്യം, വ്യത്യസ്തനായിരുന്നാൽ വേട്ടയാടപ്പെടുന്ന സാഹചര്യം, അഭിപ്രായം പറഞ്ഞുകൂടാ. ഈ വ്യത്യസ്തത പറയുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും അവസാനം വന്നു നിൽക്കുന്ന പൗരത്വ ഭേദഗതി നിയമം മാത്രമല്ല, ന്യൂനപക്ഷത്തെ മാത്രം ബാധിക്കുന്നതാണോ ഇന്ത്യ നേരിടുന്ന പ്രശ്നം? അല്ലേ അല്ല. വ്യത്യസ്തനായി നിങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വേട്ടയാടപ്പെടും, നിങ്ങൾ തുറങ്കിലടയ്ക്കപ്പെടും, നിങ്ങളുടെ പിന്നാലെ ED വരും, നിങ്ങളുടെ പിന്നാലെ CBI വരും, നിങ്ങൾ ഏത് സമയവും തുറങ്കിലടയ്ക്കപ്പെടാം. ഇതെങ്ങനെയാണ് ജനാധിപത്യമാകുക? എനിക്കെന്റെ അഭിപ്രായം പറഞ്ഞാൽ നോക്കൂ, ഗോവിന്ദ് പൻസാര, ധാബോൽക്കർ, ഗൗരി ലങ്കേഷ്, ഇവരൊന്നും ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരല്ല. അപ്പോൾ ഇന്ന് രാജ്യം നേരിടുന്ന, ജനാധിപത്യം നേരിടുന്ന ഭീഷണി എന്ന് പറയുന്നത് കേവലം ജാതിയോ മതമോ എന്നതല്ല ഇവിടെ പ്രശ്നം. ഇന്ത്യയിൽ മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നേരിടുന്ന ഒരു ഭീഷണിയാണ്. ഒരു ആഭ്യന്തര ഭീഷണി രാജ്യം മുഴുവൻ നേരിടുകയാണ്. രാജ്യം മുഴുവനുമുള്ള ജനാധിപത്യ വിശ്വാസികൾ, മനുഷ്യർ നേരിടുകയാണ്. ഏത് സമൂഹത്തിലാണ് സ്വസ്ഥമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇല്ലെങ്കിൽ മനുഷ്യർക്കാകെ ജീവിക്കാൻ കഴിയുക? നമ്മൾ ഏതെങ്കിലും ഒറ്റ മതമായ ഒരു രാജ്യമാണെങ്കിൽ അങ്ങനെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുമോ? നമുക്കൊന്ന് ചുറ്റുവട്ടം കണ്ണോടിച്ചാൽ നമ്മൾ അതല്ലല്ലോ കാണുന്നത്. ഞങ്ങൾക്കൊരു മതം മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ കുറെ പേര് പോയി ഒരു കാലഘട്ടത്തിൽ. പക്ഷെ അവിടെ നോക്കൂ, സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നവർ അവരുടെ ആരാധനാലയങ്ങൾക്കകത്ത് ബോംബ് പൊട്ടി മരണപ്പെടുന്നു, തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്നു. നമ്മൾ എത്രയോ മതങ്ങൾ, ഏതാണ്ട് 6ഓളം പ്രധാനപ്പെട്ട മതങ്ങൾ, ആയിരക്കണക്കിന് ജാതിക്കൂട്ടങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, വേഷം, സംസ്കാരം, എല്ലാ വിധത്തിലും ഭിന്ന പ്രകാരം വെച്ചു പുലർത്തുന്നവർ. പക്ഷേ നമ്മളിവിടെ ഒത്തൊരുമിച്ചു ജീവിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സാഹോദര്യം, മതനിരപേക്ഷത, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ സംസ്കാരം. സാഹോദര്യം, സാഹോദര്യത്തിന് വിശാലമായ അർത്ഥം നമ്മൾ കൽപ്പിക്കുകയാണ്. എന്താണ് സാഹോദര്യം? ഒരു വ്യക്തിക്ക് അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയണം, ഒപ്പം തന്നെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പിക്കാൻ കഴിയണം. ഇങ്ങനെ മഹത്തായ ആശയങ്ങൾ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. ഒരു പക്ഷേ ചുരുക്കം ചിലർ അധികാരത്തിന് വേണ്ടി എന്റെയും നിങ്ങളുടെയും മനസ്സിലുള്ള മതത്തെ വളരെ ബോധപൂർവം, നമ്മുടെ മനസ്സിലുള്ള ഈശ്വരനെ വളരെ ബോധപൂർവം പുറത്തെടുക്കുന്നു, അതുപയോഗിച്ച് അധികാരം നേടുന്നു. ആ അധികാരവും രാജ്യത്തെ കോർപ്പറേറ്റുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മളെ ആകെ പ്രയാസപ്പെടുത്തുന്നു. സ്ത്രീകളെ, കുട്ടികളെ, എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രയാസപ്പെടുത്തുന്നു. പുണ്യമാസമാണ് റമദാൻ. ഇവിടെ ഇരിക്കുന്ന പല സഹോദരങ്ങളും ആ പുണ്യമാസത്തിന്റെ നോമ്പിലാണെന്ന് എനിക്കറിയാം. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? രാവിന്റെ അന്ത്യയാമങ്ങളിൽ. എന്തുകൊണ്ടാണ് അന്ത്യയാമം എന്ന് പറയുന്നത്? വേറൊരാളും വേണ്ട, എന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ വേറൊരുത്തനും വേണ്ട, വേറെ ആരും വേണ്ട, ഒരു ശബ്ദവും വേണ്ട. എന്റെയും ഈശ്വരന്റെയും ഇടയിൽ വേറെ ആരും ഇടപെടേണ്ട. അപ്പൊ ഈശ്വരൻ വിശ്വാസം എന്താണ് എന്ന് വളരെ കൃത്യമായി എല്ലാ മതഗ്രന്ഥങ്ങളിൽ നിന്നും അതിന്റെ മൂല്യങ്ങളിൽ നിന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനെ പുറത്തെടുക്കുമ്പോ ആ പുറത്തെടുക്കുന്ന ആളുകൾക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണം, നമുക്ക് സ്വസ്ഥമായി ജീവിക്കണം. മണിപ്പൂരിലെ ചോരയൊലിക്കുന്ന സഹോദരിമാരെ കണ്ട് വേദനിച്ചവരാണ് നമ്മൾ, വേദനിക്കുന്നവരാണ് നമ്മൾ. നൂറുകണക്കിന് സഹോദരിമാർ കൊല ചെയ്യപ്പെട്ടപ്പോ ഒരക്ഷരം മിണ്ടാൻ ഈ രാജ്യത്ത് ആളില്ല എന്നുള്ളതാണ്.
എന്താണ് നമ്മുടെ നാട്ടിൽ എന്ത് ഭരണരീതിയാണ് നടക്കുന്നത്? ഈ അടുത്തിടെ വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സംവിധാനം അവർ രാജ്യങ്ങളിൽ നടക്കുന്ന ജനാധിപത്യത്തെ കുറിച്ച് പഠിച്ച് അതിന്റെ റിപ്പോർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവർ പറയുന്നു, ജനാധിപത്യത്തിലൂടെ ഏകാധിപത്യം വന്നിട്ടുള്ള 10 രാജ്യങ്ങൾ, ആ 10 രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം എന്ന് പറയേണ്ടി വരുന്നതിൽ, എന്ന് കേൾക്കേണ്ടി വരുന്നതിൽ നമ്മുടെ ഹൃദയം വേദനിക്കുന്നുണ്ട്. തീർച്ചയായും ജനാധിപത്യത്തിലൂടെ, നമ്മുടെ വോട്ടിലൂടെ, നമ്മുടെ വിരൽത്തുമ്പിലൂടെ കടന്നുപോയവരാണ്. നിർഭാഗ്യവശാൽ ആ അധികാരം ഉപയോഗിച്ച് നമ്മളെ തന്നെ തകർക്കുന്നു. ഭസ്മാസുരന്റെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വരം കിട്ടിയതിന് ശേഷം വരം കൊടുത്ത ഭഗവാനെ തന്നെ ഭസ്മീകരിക്കാൻ ഓടി നടക്കുകയാണ്. ഏതാണ്ട് ഇന്ത്യക്കകത്ത് കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കാണുന്നത് അതാണ്. തീർച്ചയായും അതിനൊക്കെ അറുതി ഉണ്ടാവണം. അതിന് പ്രതീക്ഷയോടുകൂടി രാജ്യത്തെ ജനങ്ങൾ കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തെയാണ്, മനുഷ്യന്റെ രാഷ്ട്രീയത്തെയാണ്, കരുതലിന്റെ രാഷ്ട്രീയത്തെയാണ്, സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തെയാണ്. അത് ഉയർത്തിപ്പിടിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ തെരഞ്ഞെടുപ്പ്, നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനെ കരുതലോടുകൂടി, ജാഗ്രതയോടുകൂടി തന്നെ നമുക്ക് നേരിടേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഒട്ടേറെ വ്യത്യസ്തതകൾ, എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും, കുറവുകളുണ്ട്, പരിഹരിക്കപ്പെടേണ്ടത് ഉണ്ട്. നമ്മൾ 100% എല്ലാം തികഞ്ഞവരല്ല. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ മുന്നേറുകയാണ്. ആ മുന്നേറ്റത്തിനിടയ്ക്ക് ഒട്ടേറെ നന്മകൾ ഈ രാജ്യത്തിന് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു കൊച്ചു പ്രദേശം. ഏതാണ്ട് 24ഓളം അംഗീകാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് തന്നെ, കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളിൽ നിന്ന് തന്നെ കരസ്ഥമാക്കാൻ ഈ കൊച്ചു കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാക്ഷരത, സ്ത്രീ പുരുഷ സമത്വം, സ്വസ്ഥമായ ജീവിതാന്തരീക്ഷം, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത, ഇപ്പൊ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ഈ സദസ്സിലിരിപ്പുണ്ട്. പുതിയ പുതിയ സംരംഭങ്ങൾ, MSME വ്യവസായ സംരംഭങ്ങൾ, ഇതെല്ലാം കൊണ്ട് ഈ നാട് ഈ രാജ്യത്തിന് മുന്നിൽ, കോവിഡ് വന്നപ്പോ ആരോഗ്യ മേഖല ഈ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഈ നാട് വികസിക്കേണ്ടത്, ഈ നാട്ടിലെ ജനങ്ങൾ അഭിമാനത്തോടുകൂടി, അന്തസ്സോടുകൂടി ഇനിയും ജീവിക്കേണ്ടത് ഈ രാജ്യത്തിന്റെയും ഈ നാടിന്റെയും ആവശ്യമാണ്.